പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ വീട് കോട്ടയത്താണ്. വീട്ടിൽ അച്ഛൻ ബാങ്കിലാണ് ജോലി, അമ്മ വീട്ടുജോലിയാണ്, ഒരു അനിയത്തി, ഇവരാണുള്ളത്. ഈ കഥ എൻ്റെ കുഞ്ഞമ്മയെക്കുറിച്ചാണ് പറയുന്നത്. മണി, അതാണ് കുഞ്ഞമ്മയുടെ പേര്. പറയുമ്പോൾ അത്ര കിളവിയൊന്നുമല്ല കേട്ടോ. എൻ്റെ അമ്മയെക്കാളും ഒരു 9 വയസ്സിനുള്ളതാണ്. കുഞ്ഞമ്മയ്ക്കൊരു ഏകദേശം 30-31 വയസ്സ് പ്രായം വരും. കുട്ടികളില്ല. എങ്ങനെ ഉണ്ടാകാനാ? ആളുടെ കെട്ടിയവനങ്ങ് ബഹറിൽ കിടന്ന് കാശുണ്ടാക്കുക. കെട്ടിക്കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ പോയതാ. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാസത്തിൽ ഒന്ന് പേരിനൊക്കെ 1-2 വട്ടം വിളിക്കും. അവിടെ വേറെ കെട്ടികളും കുട്ടികളും ഒക്കെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞു വരുത്തുന്നത്. ഇടയ്ക്ക് കുഞ്ഞമ്മ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അത് ഞാൻ എന്നെ വേണ്ടെന്നോ അമ്മയെ നോക്കാനുള്ള ഒരു വേലക്കാരിയെ മതിയെന്നോ എന്നൊക്കെ. എൻ്റെ വീട്ടിൽ നിന്നും കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് കഷ്ടിച്ച് 1 കിലോമീറ്ററേ ഉള്ളൂ. വീട്ടിൽ കുഞ്ഞമ്മയും അമ്മായിയമ്മ തള്ളയും മാത്രമാണുള്ളത്. ചില ദിവസങ്ങളിൽ സിജിയാണ് കുഞ്ഞമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ പോകാറുള്ളത്. എന്നെ വിളിക്കാറുണ്ടെങ്കിലും ആ ചൊറിഞ്ഞ തള്ള മുഖാന്തരം ഞാൻ പോകാറില്ല. പുള്ളി ബഹറിൽ നിന്ന് അയച്ചിരുന്ന ക്യാഷ് കുറഞ്ഞു വന്നപ്പോഴാണ് അച്ഛൻ സഹകരണ ബാങ്കിലെ ജോലിയെക്കുറിച്ച് കുഞ്ഞമ്മയോട് പറഞ്ഞത്. കുഞ്ഞമ്മ HDC കോഴ്സ് പഠിച്ചിറങ്ങിയത് ഈ അടുത്ത കാലത്താണ്. നല്ല മാർക്കും ഉണ്ടായിരുന്നു. കുഞ്ഞമ്മയ്ക്ക് എന്നെയും പെങ്ങളെയും വലിയ കാര്യമായിരുന്നു. എന്തിനും ഓടിച്ചെല്ലുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലും വരും. അമ്മായിയമ്മയോട് കുഞ്ഞമ്മയ്ക്ക് അത്ര താല്പര്യമൊന്നുമില്ല. ഞാൻ രാവിലെ എണീറ്റ് ഫ്രഷായി താഴേക്ക് ഇരുന്നു. അമ്മയാണെ അടുക്കളയിൽ പണിയാണ്. പെങ്ങൾ TV-യുടെ മുന്നിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട്. ഞാനും അവളുടെ കൂടെ കയറിയിരുന്ന് TV കണ്ടു. അപ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത്. ഞാൻ പോയി വാതിൽ തുറന്നു. കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എടാ. കുഞ്ഞമ്മ അകത്തേക്ക് കിടന്നു. പെങ്ങളും വിഷു കൊടുത്ത് നേരെ അടുക്കളയിലേക്ക് പോയി കുഞ്ഞമ്മ. അങ്ങനെ ഞങ്ങളെല്ലാവരും കാപ്പി കുടിക്കാനിരുന്നു. കുഞ്ഞമ്മയുടെ ഫോൺ റിങ് ചെയ്തു. അമ്മായിയമ്മയാണ്. കുഞ്ഞമ്മ ഫോൺ എടുത്തു. ഹലോ അമ്മേ. വാങ്ങി വെക്ക്, ഞാൻ പെട്ടെന്ന് വരാം. എന്ത് പറ്റി കുഞ്ഞമ്മേ? സിജി ചോദിച്ചു. എന്തോ പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് മേടിച്ചു വെക്കാൻ പറഞ്ഞു. മണി ഓർഡർ ആണോ? ഞാൻ കുഞ്ഞമ്മയോട് ചോദിച്ചു. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ കാര്യത്തിൽ മാത്രമേ അച്ഛന് തെറ്റു പറ്റിയുള്ളൂ, അമ്മ വിതുമ്പി. പോട്ടെ ചേച്ചി, എനിക്കിപ്പോൾ ഇത് ശീലമായി. അല്ലേലും എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ? കുഞ്ഞമ്മ എന്നും ഞാനുണ്ട്, കൈവക്കി ചിരിച്ചുകൊണ്ട് കഴിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു. അതെനിക്കറിയാവടാ കൊച്ചു കള്ള. കുഞ്ഞമ്മ എൻ്റെ ചെവിയോട് ചേർന്ന് സ്വകാര്യ രൂപേണ പറഞ്ഞു. കൂട്ടത്തിൽ അമ്മ കാണാതെ ഒരു പിച്ചും തന്നു. തിരിച്ചു തന്നോളാമേ, ഞാൻ കുഞ്ഞമ്മയെ ചൂഴ്ന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങി വാ, എൻ്റെ കൈ മാങ്ങാ പറിക്കാൻ പോകുന്നില്ല. കുഞ്ഞമ്മ തിരിച്ച് വീട്ടിലേക്ക് പോയി. ചെന്ന പാടെ അമ്മയെ വിളിച്ചു. പോസ്റ്റ് വന്നത് ഇൻ്റർവ്യൂ ലെറ്ററാണ്. ചെല്ലേണ്ടതോ ചെന്നൈയിൽ. എങ്ങനെ പോകും, എപ്പോ പോകും എന്നുള്ള ചർച്ചയായിരുന്നു. പിന്നീട് 5 മണി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നു. അച്ഛനൊരു ആക്റ്റീവ് ഉണ്ട്. അച്ഛൻ പറഞ്ഞു, നീ പോയി കുഞ്ഞമ്മയെ വിളിച്ചോണ്ട് വാ. ഞാൻ വണ്ടിയും എടുത്ത് കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി. തിണ്ണയിൽ തന്നെ ഇരിപ്പുണ്ട് അമ്മായിയമ്മ. നിനക്ക് ഈ വഴിയൊക്കെ അറിയാമോടാ? തിരക്കായതുകൊണ്ടാ അമ്മേ. തിരക്ക്. അവർ എന്നെ പാടെ ഒന്ന് പുച്ഛിച്ചു. അപ്പോഴേക്കും കുഞ്ഞമ്മ ഇറങ്ങി വന്നു. കുളിച്ച് സെറ്റായാണ് വരവ്. നല്ല ഇളം പച്ച നിറത്തിലുള്ള ചുരിദാറും നെറ്റിയിൽ ചുവന്ന ചന്ദനക്കുറിയും. നല്ല അടിപൊളി കാഴ്ച തന്നെ. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? എന്താ ഗ്ലാമറാ കുഞ്ഞമ്മയെ കാണാൻ. കണ്ണെടുക്കാൻ തോന്നുന്നില്ല. നീ തൽക്കാലം വണ്ടി ഇല്ല, അധികകാലം ഇങ്ങനെ നടക്കേണ്ടി വരില്ല. നല്ല നോക്കിയിരിക്കുക, കുഞ്ഞമ്മ വണ്ടിയിൽ കയറിക്കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. കുഞ്ഞമ്മ സൈഡ് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. വലത്തെ കൈയാണെങ്കിൽ എൻ്റെ തോളിൽ. കുഞ്ഞമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കി. നീ എന്തോടായി പറയുന്നത്? എങ്ങനെ വരാനാ? തള്ള ഇല്ലേ? പോരാത്തതിന് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ റൂമൊന്നും ഒഴിവില്ല. കുഞ്ഞമ്മയ്ക്ക് എൻ്റെ മുറിയിൽ കിടക്കാമല്ലോ. ഈ വണ്ടി ഓടിക്കേ. കുഞ്ഞമ്മയ്ക്ക് അത്ര സുഖിച്ചില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞമ്മ ആദ്യമേ വീട്ടിലേക്ക് കയറി. ഞാൻ പിന്നാലെ ചെന്നപ്പോഴേക്കും എല്ലാവരും സോഫയിലിരുന്നു. വട്ടമേശ സമ്മേളനമാണ്. അച്ഛൻ കൂടെ പോകാമെന്നും എല്ലാവർക്കും കൂടി പോകാമെന്നുമെല്ലാം അഭിപ്രായങ്ങൾ വന്നു.
ലാസ്റ്റ് നറുക്ക് എനിക്ക് തന്നെ വീണു. വീണതല്ല, വീഴ്ത്തിയതാണ്. എന്തിനാ എല്ലാവരും കൂടി പോണേ? ഞാനും അവനും കൂടി പോകാം. അവനാകുമ്പോൾ മുമ്പ് ബാംഗ്ലൂരൊക്കെ ടൂറ് പോയിട്ടുണ്ടല്ലോ. കുഞ്ഞമ്മ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. എല്ലാവരും അതിനെ പിന്തുണച്ചു. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോടാ? അച്ഛൻ എന്നോട് ചോദിച്ചു. ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആട്ടെ, എങ്ങനാ പോകുന്നത്? ട്രെയിനിനകത്ത് പോകാം, അതല്ലേ നല്ലത്? കുഞ്ഞമ്മ ചോദിച്ചു. ഓ, ട്രെയിൻ മടുപ്പാ കുഞ്ഞമ്മേ. അതിലും നല്ലത് സ്ലീപ്പർ ബസ്സിൽ പോകുന്നതാ. ബസ്സല്ലേടാ മടുപ്പ്. ഒന്ന് മുള്ളണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? അമ്മ എന്നോട് ചോദിച്ചു. അമ്മയ്ക്കെന്താ, അതിനൊക്കെ വണ്ടി നിർത്തിത്തരും. പിന്നെ ഒരു രാത്രിയല്ലേ ഉള്ളൂ. ആ, എങ്ങനെങ്കിലുമൊക്കെ ചെയ്യേ. അച്ഛൻ ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നാ പോകേണ്ടത്? ഞാൻ കുഞ്ഞമ്മയോട് ചോദിച്ചു. തിങ്കളാഴ്ചയാടാ ഇന്റർവ്യൂ. അപ്പോൾ അധികം സമയമില്ല, നമുക്ക് ശനിയാഴ്ച പോകണം. അത്ര നേരത്തെ എന്തിനാടാ പോകുന്നത്? ബസ്സിലാണേലും ട്രെയിനിലാണേലും നല്ല യാത്രാക്ഷീണം കാണും കുഞ്ഞമ്മേ. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഇന്റർവ്യൂവിന് ചെല്ലുന്നതല്ലേ നല്ലത്. ആ, എന്നാ അങ്ങനെ ചെയ്യാം. കൂട്ടത്തിലൊന്ന് കറങ്ങുകയും ചെയ്യാമല്ലോ. ഒരു എക്സ്ട്രാ ദിവസം ഉണ്ടല്ലോ. ഓ, അതാണല്ലേ മോന്റെ മനസ്സിലിരിപ്പ്. ശരിയാക്കി തരാം. കുഞ്ഞമ്മയെ ചതിക്കല്ലേ. ശരി ശരി, ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. അങ്ങനെ ബസ്സിന്റെ അപ്പർ കോച്ചിൽ ഒരു ഡബിൾ ബെഡാണ് ബുക്ക് ചെയ്തത്. അത്താഴം കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ കുഞ്ഞമ്മയെ കൊണ്ടുവിട്ടു. ചിലപ്പോൾ സിംഗിൾ റൂമേ കിട്ടത്തുള്ളേ. വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഞാൻ കുഞ്ഞമ്മയോട് പറഞ്ഞു. അതെന്താടാ? സീസൺ അല്ലേ കുഞ്ഞമ്മ, അതുകൊണ്ടാ. ഓ, കുഴപ്പമില്ല, ഒരു ദിവസമല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാമടാ. ശനിയാഴ്ച വൈകിട്ട് 7-നാണ് ബസ്. നമുക്കൊരു ഓട്ടോ വിളിച്ചങ്ങ് പോവാം. നാളെ നീ ഫ്രീ അല്ലേ? നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. കുഞ്ഞമ്മ വിളിച്ചാൽ മതി. അങ്ങനെ ഞാൻ കുഞ്ഞമ്മയെ കൊണ്ടുവിട്ടേച്ച് തിരികെ വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ വന്ന് കുഞ്ഞമ്മയാണ് തട്ടി വിളിച്ചത്, ഷോപ്പിങ്ങിന് പോകാൻ. നേരെ എത്രയായിന്നാ മോൻ എണീറ്റേ? കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞമ്മയാണ്. കൺകുളിർക്കുന്ന കാഴ്ച. ഒരു മഞ്ഞ ചുരിദാറും ലെഗിൻസും വേഷം. മുടിയൊക്കെ നല്ല രീതിയിൽ ഈരി കെട്ടിവെച്ച് കണ്ടാലൊരു അപ്സരസ്. ആ ശാരീരിക സൗന്ദര്യം എന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി. എണീക്കടാ, നമുക്ക് ഒത്തിരി സ്ഥലത്ത് പോകാനുണ്ട്. ഞാൻ പുതപ്പെടുത്ത് തലവഴി അങ്ങ് മൂടി. ശകലം കൂടെ കിടക്കട്ടെ കുഞ്ഞമ്മേ. അതും കൂടി കണ്ടപ്പോൾ ദേഷ്യം വന്ന കുഞ്ഞമ്മ പുതച്ചിരുന്ന പുതപ്പിൽ പിടിച്ച് ഒറ്റ വലി. പുതപ്പിൽ പിടിച്ച പിടി മുണ്ടിലും കൂടിയായിരുന്നു. അത് പുതപ്പിന്റെ കൂടെ ഒന്ന് പോയി. അയ്യേ! കുഞ്ഞമ്മ ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് മുറിയിൽ നിന്ന് ഓടി. ഞാൻ ആകെ നാണിച്ചു പോയി. ഈ കുഞ്ഞമ്മ എന്തായി കാണിച്ചത്? എല്ലാം കണ്ടു. ഓ, കുഞ്ഞമ്മ കണ്ടിട്ടില്ലാത്തതൊന്നും അല്ലല്ലോ. ഞാൻ സ്വയം സമാധാനിച്ചു. അങ്ങനെ ഞാൻ ഫ്രഷായി താഴെ ഇറങ്ങിച്ചെന്നു. എല്ലാവരും ടേബിളിന് ചുറ്റും ഇരിപ്പുണ്ട്. അമ്മയെ കാപ്പിയെടു. ഞാനൊന്നും അറിയാത്ത പോലെ ചെന്ന് ടേബിളിന്റെ അടുത്ത് കിടന്ന കസേരയിൽ ഇരുന്നു. കുഞ്ഞമ്മ എന്നെ ഒന്ന് നോക്കി. ഒരു ചിരി. എല്ലാം ആ ചിരിയിലുണ്ടായിരുന്നു. ഞാനൊന്ന് ചൂളി. എന്നിട്ട് ഒരു വളിച്ച ചിരി ചിരിച്ചു. കാപ്പിയോട് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാനായി ഇറങ്ങി. എന്നാൽ പോകാം കുഞ്ഞമ്മേ. ഞാൻ എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് വന്നു. ഇതിൽ കയറണമെങ്കിൽ ഏണി വേണമല്ലോടാ, കുഞ്ഞമ്മ പറഞ്ഞു. ഒന്നും വേണ്ട, കുഞ്ഞമ്മ ഫുട്രസ്റ്റിൽ ചവിട്ടി കയറ്, ഞാൻ പറഞ്ഞു. കുഞ്ഞമ്മ കയറി. രണ്ടു വശത്തേക്കും കാലിട്ടാണ് ഇരുന്നത്. വണ്ടി മുമ്പോട്ടെടുത്തതും കുഞ്ഞമ്മ പുറകോട്ടൊരു ആയക്കം. ഇതാ ചെറുക്ക, പെതുക്കെ, ഞാൻ തെറിച്ച് വീഴും, കുഞ്ഞമ്മ പേടിച്ചു പറഞ്ഞു. എൻ്റെ കുഞ്ഞമ്മയെ കയറിയിരി, എന്നെ പിടിച്ചു. കുഞ്ഞമ്മ വീഴ്ത്തത്തൊന്നുമില്ല, ഞാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞമ്മ എന്നോട് അടുത്ത് എന്നെ പിടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പോയി കുഞ്ഞമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും ചെരുപ്പും ഒക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തി. കുഞ്ഞമ്മയെ സ്വന്തം വീട്ടിലിറക്കി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം വൈകിട്ട് വരെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. എപ്പോഴാണ് ഇറങ്ങേണ്ടത്? 7 മണിയാകുമ്പോഴത്തേക്ക് മതിയമ്മേ. ബസ് ലേറ്റാവുമെന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. താണ്ടെ ചെന്നൈക്ക് പോകുന്നതെന്ന് ഓർത്തോണം. കുരുത്തക്കേടൊന്നും കാണിച്ചേക്കരുത്. ഞാൻ എന്ത് കാണിക്കാനമ്മേ? കുഞ്ഞമ്മയുണ്ടല്ലോ കൂടെ. വൈകുന്നേരമായപ്പോഴത്തേക്കും കുഞ്ഞമ്മ ഓട്ടോയിലെത്തി. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ബസ് സ്റ്റോപ്പിലെത്തി. കുറച്ചു നേരം നിന്നു. അപ്പോഴേക്കും ബസ് വന്നു. ലഗേജൊക്കെ ഡിക്കിയിൽ വെച്ച് ഹാൻഡ് ബാഗ് മാത്രം കയ്യിലെടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. എവിടാടാ? L2 L3 മുകളിലാണ്. ഓ ദൈവമേ, ഇനി ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറണോ? ഞാനൊന്നും മിണ്ടിയില്ല. ഹാൻഡ് ബാഗ് മേടിച്ച് ഞാൻ സീറ്റിൽ വെച്ചു. കുഞ്ഞമ്മയ്ക്ക് വിൻഡോ സൈഡ് വേണോ അതോ ഇപ്പുറം വേണോ? എനിക്ക് വിൻഡോ മതി. അധികം ഹൈറ്റൊന്നുമില്ല. ആൻറ്റി മെല്ലെ കയറി. ഞാൻ പിന്നാലെ. ഞങ്ങൾ സീറ്റിൽ ചാരിയിരുന്നു. അങ്ങനെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആൾക്കാർ കയറുന്നുണ്ട്. വിൻഡോ തുറന്നു കിടന്നതുകൊണ്ട് തണുത്ത കാറ്റ് ഇരച്ചു കയറുന്നു.
നീ പുതപ്പ് വല്ലതും എടുത്തായിരുന്നോ? ഇല്ല, ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നന്നായി, ഞാൻ ഏതായാലും ഒന്ന് എടുത്തിരുന്നു. ആവശ്യം വരുമെന്നാണ് തോന്നുന്നത്. 1-2 മണിക്കൂർ കഴിഞ്ഞു പോയി. രണ്ടുപേരും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മെല്ലെ തല ചായ്ച്ച് കുഞ്ഞമ്മയുടെ തോളിൽ വെച്ചു. ഉറക്കം വരുന്നുണ്ടോടാ? ചെറുതായിട്ട്. ആ കർട്ടൻ വലിച്ചിട്ട്. ഞാൻ കർട്ടൻ വലിച്ചിട്ടു. എന്നിട്ട് കുഞ്ഞമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു. കുഞ്ഞമ്മ മറുത്തൊന്നും പറഞ്ഞില്ല. ഇടത്തെ കൈകൊണ്ട് എൻ്റെ മുടിയിലകൾ തലോടിക്കൊണ്ടിരുന്നു. കുറച്ചു സമയം അങ്ങനെ കിടന്നു. അപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തി. ഞങ്ങൾ ഇറങ്ങി. നോൺ വെജ് മാത്രമേ ഉള്ളൂ. ചപ്പാത്തിയും ചിക്കനും കഴിച്ചു. യാത്ര ആയതുകൊണ്ട് ഓവറായിട്ടൊന്നും കഴിച്ചില്ല. ഒരു 7-Up വാങ്ങി ബസ്സിൽ തിരിച്ചു കയറി. എപ്പോഴാണ് ബസ് സ്ഥലത്തെത്തുന്നേ? 7 മണിയാകുമ്പോൾ എത്തും കുഞ്ഞമ്മേ. കുഞ്ഞമ്മ മൂളി. വണ്ടി മുന്നോട്ടെടുത്തു. ഞാൻ കിടന്നു. കുഞ്ഞമ്മ ഫോണിൽ നോക്കിക്കൊണ്ട് ചാരിയിരിക്കുകയാണ്. ഞാൻ കുഞ്ഞമ്മയുടെ വശത്തേക്ക് ചരിഞ്ഞു കിടന്നു. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞമ്മ ഒന്ന് ചിരിച്ചോ, അതോ എനിക്ക് അങ്ങനെ തോന്നിയതാണോ? എന്തായാലും നല്ല സുഖമുണ്ട് കുഞ്ഞമ്മയുടെ സൈഡിലുള്ള കിടത്ത്. ഞാൻ അങ്ങനെ കുഞ്ഞമ്മയുടെ സൈഡിൽ കിടന്നുകൊണ്ട് ചില കുസൃതികളൊക്കെ കാട്ടി. കുഞ്ഞമ്മയ്ക്കും അത് സൂഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും കുഞ്ഞമ്മ അതിനെ എതിർത്തു. ചെറുക്ക, ഇത് ബസ്സാ, ആരെങ്കിലുമൊക്കെ കാണും. നിനക്ക് അത്രയ്ക്കങ്ങ് വയ്യെങ്കിൽ റൂമിൽ ചെല്ലട്ടെ, കുഞ്ഞമ്മ പറഞ്ഞു. ഹോ, ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ അടങ്ങിക്കിടന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് റൂമിൽ ചെന്നാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ച് ഉറക്കത്തിലേക്ക് വീണു.